بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد, മയ്യിത്ത് സംസ്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണിത്. മരണം അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ സർവനാശമല്ല, അനശ്വരമായൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം എന്നാണ് വസ്തുത. ലോകത്ത് ചെയ്ത ധർമ്മകർമ്മങ്ങളുടെ പ്രതിഫലം അനുഭവിക്കുന്നതിന് വേണ്ടി സുഖദുഃഖങ്ങളുടെ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര, ദുഃഖത്തിൻ്റെയും വേദനയുടെയും പിരിമുറുക്കത്തിൻ്റെയും സംഗമം. എന്നാൽ ഈ മരണം അതൊരു വലിയ സംഭവമാണ്. അനന്തരമായ ക്രിയകൾ, ജീവിതത്തിൽ നമ്മുടെ ബാധ്യതകളിൽപ്പെട്ട അഥവാ ഫർള് കിഫകളിൽപ്പെട്ട മരണാനന്തര ക്രിയകൾ അറിഞ്ഞിരിക്കുകയും അർഹമായവർക്ക് നമ്മിൽ നിന്ന് ആ പരിചരണങ്ങൾ ലഭിച്ചിരിക്കുകയും വേണം. അജ്ഞത കൊണ്ടും അതോടുള്ള വിരക്തി കൊണ്ടും അനന്തര കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവം സർവത്രയായി നമുക്കിടയിലുണ്ട് എന്നത് ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ മരണാസന്നനായി കിടക്കുന്ന പിതാവിനോട് സന്താനങ്ങൾ ചെയ്തിരിക്കേണ്ടുന്ന ബാധ്യതകളും സന്താനങ്ങളോട് മാതാപിതാക്കൾ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന ബാധ്യതകളും സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, അങ്ങനെ കുടുംബത്തിൽ പരസ്പരം ലഭിച്ചിരിക്കേണ്ടുന്ന പരിചരണങ്ങൾ, മരണത്തിൻ്റെ ശേഷമുള്ള സംസ്കരണ മര്യാദകൾ അറിയാത്തതിൻ്റെ പേരിൽ പലർക്കും ഇത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു ചെറിയ വിവരണമാണ് ക്ലാസ് കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ മരണാസന്നനായി കഴിയുമ്പോൾ അദ്ദേഹത്തോട് നാം ഏത് നിലയ്ക്ക് സമീപിക്കണം, എന്താണ് അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏത് വിധത്തിലാണ് അദ്ദേഹത്തെ പരിചരിക്കേണ്ടത്, ഇസ്ലാമികമായ മുറകൾ എന്തൊക്കെയാണ്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ച. അത് മനസ്സിലാക്കുന്നതോടുകൂടി തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ താൻ പരിചരിക്കേണ്ടുന്ന ഒരു കക്ഷി രോഗിയാകുമ്പോൾ, മരണാസന്നനാകുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ ആ പരിചരണങ്ങൾ ഞാൻ ചെയ്തു തീർക്കും എന്നൊരു പ്രതിജ്ഞ നാം ആദ്യമായി എടുക്കുകയും ആവശ്യമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് മരണാസന്നനായ രോഗി, അദ്ദേഹത്തോട് കാണിക്കേണ്ടുന്ന മര്യാദകൾ, പരിചരണങ്ങൾ, ഇതേ സംബന്ധിച്ച് അല്പം വിവരിക്കാം. മരണാസന്നനായൊരു രോഗിയെ സംബന്ധിച്ച് പറയുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിലും ആ രോഗി കിടക്കുന്ന റൂമിൻ്റെ കാര്യം ആദ്യമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് ആവശ്യമായിരിക്കും. ഒരു മുസൽമാൻ്റെ ഭവനം, അവൻ താമസിക്കുന്ന വീട്ടിൽ ബഹുമാന സൂചകമായി ജീവനുള്ള വസ്തുവിൻ്റെ ഫോട്ടോകൾ വെക്കുന്നത്, അതുപോലെ ഇസ്ലാമിൽ മുഗല്ലദായ നജസായി പ്രഖ്യാപിക്കപ്പെട്ട നായ, ഇത് രണ്ടിൻ്റെയും സാന്നിധ്യം റഹ്മത്തിൻ്റെ മലക്കുകളുടെ അസാന്നിധ്യത്തിന് കാരണമായി തീരും. അതുകൊണ്ട് താൻ ഉറങ്ങുന്ന, താൻ താമസിക്കുന്ന വീട്ടിൽ ബഹുമാന സൂചകമായി ജീവനുള്ള വസ്തുവിൻ്റെ ഫോട്ടോകൾ ഉണ്ടായിരിക്കരുത്. പ്രത്യേകിച്ചും മരണാസന്ന രോഗി, ആ രോഗി കിടക്കുന്ന റൂമിൽ അതില്ലാതിരിക്കാനും ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാനും എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മരണസന്ദർഭത്തിൽ അദാബിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും ഉണ്ടാവാം. റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാകുമ്പോൾ ആ രോഗിക്ക് മരണസമയം വളരെ എളുപ്പമാവുകയും പ്രയാസരഹിതമായി തീരുകയും ചെയ്യും.
ഇതാണ് നമുക്ക് ആവശ്യം. തൻ്റെ മാതാവ്, പിതാവ്, ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയ ആരുമാവട്ടെ, അവരുടെ മരണം എത്ര കണ്ട് സന്തോഷകരമാക്കാൻ കഴിയുമോ അതിനായിരിക്കണം നമ്മുടെ ശ്രമവും നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും. അതുകൊണ്ട് ആ മരണാസന്ന രോഗി കിടക്കുന്ന റൂമിൽ മേൽപ്പറഞ്ഞ ഫോട്ടോകൾ തൂക്കി വെച്ചതോ ഇങ്ങനെ പ്രതിഷ്ഠിച്ചതോ ഇനി ഷോക്കേസിൽ അത്തരത്തിലുള്ള പ്രതിമകളോ മറ്റ് കളിപ്പാവകളോ ആയി ജീവനുള്ള വസ്തുവിൻ്റേതായ ചിത്രങ്ങളും പാവകളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണരംഗത്ത് 75% രോഗം വന്നു, രോഗം മൂർച്ഛിച്ചു, അങ്ങനെ മരിക്കുകയാണല്ലോ സാധാരണ. മരണാസന്നനായി എന്ന് കണ്ടാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രോഗിയുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രായോഗികമായ രൂപം, മുഖവും ഉള്ളങ്കാലും ഖിബിലയിലേക്ക് വരുന്ന വിധത്തിൽ അദ്ദേഹത്തിനെ കിടത്തി, ആ കിടപ്പിൽ മരണമാസന്നമായി എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തോടുകൂടി മരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഇതിനു വേണ്ടി രോഗിയുടെ അടുക്കൽ നിൽക്കുന്ന ആൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉരുവിടണം. രോഗി കേൾക്കാൻ വേണ്ടിയാണിത്. 1-2 പ്രാവശ്യം പറഞ്ഞു. രോഗി അത് കേട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുത്, നീ ചൊല്ലുക എന്ന് അദ്ദേഹത്തോട് പറയുന്നതും ശരിയല്ല. മറ്റൊരു വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ രോഗിക്ക് വല്ല തെറ്റിദ്ധാരണക്കും ഇടവരുന്ന ആൾ ആവാതിരിക്കലാണ് ഉത്തമം. ഉദാഹരണത്തിന്, നേരത്തെ വല്ല ശത്രുതയും വെച്ച് പുലർത്തിയ ആളായിരുന്നു, അതല്ലെങ്കിൽ അടുത്ത ബന്ധുവാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തവകാശം കിട്ടാനുള്ള ബത്തപ്പാടാണോ, പഴയ കാലത്തെ വൈരാഗ്യത്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ മനുഷ്യസഹജമായി ഉണ്ടായേക്കാം. ഇതില്ലാതിരിക്കാൻ അത്തരം സാധ്യതകളില്ലാത്ത ആളുണ്ടെങ്കിൽ അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുന്നതിന് ഉത്തമം. അത് ഒരിക്കൽ രോഗി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഭൗതികമായ വല്ല കാര്യങ്ങളും സംസാരിക്കുന്നത് വരെ ഇനി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് അത് പറയാൻ പാടില്ല. അങ്ങനെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് അതൊരിക്കലെങ്കിലും ചെല്ലുന്ന വിധത്തിൽ വല്ലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ എന്നാ രോഗി കേൾക്കുന്ന വിധത്തിൽ ആവർത്തിക്കണം. അങ്ങനെ മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യമുണ്ടായാൽ അത് സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ വഴിയാകും എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊരു കാര്യം. അതേപോലെ ഈ രോഗിയുടെ അടുക്കൽ വെച്ച് ഇനി അടുത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത്, രോഗിക്ക് ഉപകാരപ്പെടുന്നതായ മറ്റൊരു വിഷയം, സൂറത്തു യാസീൻ അല്പം ഉച്ചത്തിലായിട്ട് ആ രോഗിയുടെ അടുക്കൽ വെച്ച് ഓതുക. യഖറഉ അലാ മൗതാക്കും സൂറത്ത യാസീൻ, മരണമാസന്നമായവരുടെ അടുക്കൽ വെച്ച് യാസീൻ സൂറത്ത് ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. ഇതേപോലെ സൂറത്തുർ റഅദ്, പരിശുദ്ധ ഖുർആനിൻ്റെ 13-ാമത്തെ അധ്യായം, ഇതും ആ രോഗിയുടെ അടുക്കൽ വെച്ച് പതുക്കെയായി ഓതൽ സുന്നത്തുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, മരണാസന്നനായൊരു രോഗി വളരെ ആശങ്കയിലും പ്രയാസത്തിലുമായിരിക്കും. എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തിൽ ഞാനെങ്ങനെയാണ് ആ ഓരോ രംഗങ്ങളും നേരിടേണ്ടി വരിക? ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന രോഗിയോട് പരമാവധി ധൈര്യം കൊടുക്കുകയും സാന്ത്വനത്തിൻ്റെ വാക്കുകൾ മാത്രം പറയുകയും വേണം. അദ്ദേഹത്തിന് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടാക്കി കൊടുക്കണം. അതെ, ജീവിതകാലത്ത് കഴിയുന്നത്രയൊക്കെ നിസ്കരിക്കുകയും സൽക്കർമ്മങ്ങളുമായി ജീവിക്കുകയും ചെയ്തവനല്ലേ, നീ വിഷമിക്കരുത്. അള്ളാഹു വലിയ അനുഗ്രഹത്തിൻ്റെ കേദാരമാണ്, നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്നുള്ള ധൈര്യം നൽകുക. ഇത് മരണാസന്ന രോഗിയോട് നാം കാണിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ്, ഒരു ബാധ്യതയാണ്. മരണാസന്ന സമയത്ത് രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന സുന്നത്തായ മറ്റൊരു കാര്യമാണ് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ്, സമയമാണത്. ഈ റൂഹിൻ്റെ വേർപാടിന് സഹായകമാകുന്ന ഒരു വിഷയവും കൂടിയാണ് മിസ്വാക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ സഹോദരൻ ഒരു മിസ്വാക്കുമായി അങ്ങോട്ട് കടന്നു വന്നു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ കഴിയാത്ത അവസരമാണ്. എന്നാൽ സഹോദരൻ്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് താല്പര്യപൂർവ്വം നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു.
ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി തിരുമേനിക്ക് ആ മിസ്വാക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയും അവിടുന്ന് അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയും ചെയ്തു. ശേഷം ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ട് ആയിഷ ബീവിയും അത് കഴുകാതെ തന്നെ അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തതായ സംഭവം ഹദീസിൽ കാണാം. ഇവിടെ മരണാസന്ന രോഗിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്താണെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മിസ്വാക്ക് അതെടുത്ത് മരണാസന്ന രോഗിക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക, ഇതും സുന്നത്തായ ഒരു കാര്യമാണ്. പിന്നെ നമുക്കിടയിൽ നടപ്പുള്ള ഒരു വിഷയമാണല്ലോ, മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം തൊട്ടു കൊടുക്കുന്ന ഒരു ഏർപ്പാട് സുന്നത്താണത്. രോഗി തനിക്ക് വെള്ളം കിട്ടണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ബോധ്യമായാൽ ആ സമയത്ത് രോഗിക്ക് വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിലും അതിന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ചുണ്ട് നനച്ചുകൊണ്ടോ മറ്റോ വെള്ളം തൊട്ടു കൊടുക്കുക എന്നുള്ള കാര്യം മരണാസന്ന രോഗിയോട് കാണിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ്, സുന്നത്താണ്. ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം മരണാസന്ന രോഗിയുടെ അടുക്കൽ പരിചരിക്കുന്ന ആളുകൾ കഴിച്ചുകൂട്ടാൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി, ആ മരണം സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് സാധാരണ ജനങ്ങൾ വെപ്രാളത്തിൻ്റെയും ബേജാറിൻ്റെയും ഒക്കെ രംഗമായിരിക്കും. പക്ഷേ അങ്ങോട്ടുള്ള ക്രിയകളൊക്കെ പരിചരണ മുറകളൊക്കെ വളരെ ലളിതമാണ്, നിസ്സാരമായ കാര്യങ്ങളാണ്. അതറിയാത്തതിൻ്റെ പേരിൽ ഒരു പിതാവിന് മക്കളിൽ നിന്നോ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്നോ ഈ പരിചരണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമായി മരണം ഉറപ്പ് വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത് ഉമ്മിള ബസറുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടെ നിന്ന് കാണിച്ച ആദ്യത്തെ കാര്യം മയ്യത്തിൻ്റെ കണ്ണടക്കുക എന്നതായിരുന്നു. മാത്രമല്ല ആ കണ്ണടക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ആത്മാവ് ഏത് ഭാഗത്തേക്ക് നീങ്ങിയോ ആ ഭാഗത്തേക്ക് കണ്ണ് പിന്തുടരുന്നതാണ്. കണ്ണ് തുറന്നു കിടക്കുമ്പോൾ അത് കാണാനും ഒരു വിഷമമായിരിക്കും. അതുകൊണ്ട് ആ മയ്യത്തിൻ്റെ കാഴ്ചക്ക് അഭംഗിയുണ്ടാകുന്ന അവസ്ഥ മാറാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കണ്ണ് അടക്കാൻ വേണ്ടി നബി തിരുമേനി പഠിപ്പിക്കുന്നു. ഇത് മരണാനന്തരം ചെയ്യുന്ന പ്രഥമമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ മയ്യത്തിൻ്റെ കണ്ണ് ഈ വിധത്തിൽ തുറന്നു കിടക്കും. ബിസ്മില്ലാഹി വ അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണ് അടക്കുകയാണ് ആദ്യത്തെ കാര്യം. മാത്രമല്ല ഈ ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അടച്ചുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. പടച്ചവനെ, അബൂ സലമാക്ക് നീ പുറത്തു കൊടുക്കണം, അദ്ദേഹത്തിന് ഉന്നതമായ പദവിയിലേക്ക് നീ എത്തിക്കണം. തുടർന്നുകൊണ്ട് ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കാനും ഖബർ വിശാലമാക്കാനും ഖബറിൽ അബൂ സലമാക്ക് പ്രകാശപൂരിതമാക്കി കൊടുക്കണം. വനവ്വിറുഹു ലഹു എന്ന് വരെ നബി തിരുമേനി ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായ സംഭവം ഹദീസിൽ കാണാവുന്നതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഫുഖഹാ ഈ പ്രാർത്ഥന ഇന്ന് നാം കണ്ണടക്കുന്ന മയ്യത്തുകൾക്ക് വേണ്ടിയും നിർവഹിക്കൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയതും കാണാം. അങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞു. ഇനി മയ്യത്തിൽ കാണിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, മരിച്ചു കഴിയുമ്പോൾ മയ്യത്തിൻ്റെ വായ തുറന്നു കൊടുക്കും. അഥവാ നേരത്തെ മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ തുറന്ന സ്ഥിതിയിലോ അല്ലെങ്കിൽ മരണത്തോടു കൂടിയോ വായ തുറന്നു കിടക്കും. ഇത് എത്രയും പെട്ടെന്ന് പൂട്ടുകയും അത് ഇനി തുറക്കാതിരിക്കാൻ വേണ്ടി അല്പം വീതിയുള്ള ഒരു കഷ്ണം തുണി കൊണ്ട് ഭദ്രമായി കെട്ടിവെക്കുകയും വേണം. തുറന്നു കിടക്കുന്ന വായയിലേക്ക് വല്ല പ്രാണികളും മറ്റും കടക്കാൻ സാധ്യതയുണ്ട്. കാണുന്നതും അത്ര രസകരമല്ലല്ലോ. ഇതിനു വേണ്ടി താടി കെട്ടുകയാണ് ഇനി വേണ്ടുന്ന കാര്യം. അപ്പോൾ മയ്യത്തിൻ്റെ വായ സ്വാഭാവികമായും തുറന്നു കിടക്കും. അത് വീതിയുള്ള ഒരു കഷ്ണം കൊണ്ട് ഈ വിധത്തിൽ
വായ പൂടുന്ന വിധത്തിൽ കെട്ടിവെക്കും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇനി അകത്തേക്ക് വല്ല പ്രാണികൾ കിടക്കുന്ന വിഷയമോ കാണുന്നതിനുള്ള ആ സുഖകരമായ അവസ്ഥയോ ഇനി ഉണ്ടാവില്ല. കണ്ണടച്ചു, താടി കെട്ടി. മരിക്കുന്നതോടുകൂടി ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും നീങ്ങി. ഈ ശരീരം തണുത്ത് ഉറച്ചു പോയാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കാനോ തിരിക്കാനോ അതിൻ്റെ സന്ധികളൊന്ന് മാറ്റി വെക്കാനോ നോക്കിയാൽ പ്രയാസമായിരിക്കും. ഇതിനു വേണ്ടി ലുയ്യിനത്തും മഫാസിലുഹു, മയ്യത്തിൻ്റെ സന്ധികൾ, പേശികൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വിരലുകൾ, അതുപോലെ തന്നെ കയ്യിൻ്റെ പടം ഒന്ന് നിർത്തി മടക്കി വെച്ചുകൊണ്ടും, പിന്നെ കയ്യിൻ്റെ മുട്ട് മേൽപോട്ടും താഴോട്ടും ഒന്ന് ഇളക്കിക്കൊണ്ടും, അതുപോലെ കക്ഷത്തിൽ ആ സന്ധിയും ഇളക്കി, ഇതുപോലെ മറ്റേ കൈയും. ഇനി കാലിൻ്റെ അടുത്ത് വരുമ്പോൾ കാലിൻ്റെ വിരലുകളൊക്കെ ഒന്ന് ഇളക്കി, കാലിൻ്റെ ആ കിണുപ്പും സന്ധിയും ഇളക്കി കൊടുത്ത്, കാലിൻ്റെ മുട്ട് ഭാഗം മേൽപോട്ടും താഴ്പോട്ടുമായിട്ട് 1, 2, 3 പ്രാവശ്യം ഇളക്കി, ഇങ്ങനെ ഓരോ സന്ധികളും കാല് അരഭാഗത്തേക്ക് മടക്കി താഴ്ത്തി അങ്ങനെ ഒന്ന് കാണിച്ചാൽ ഈ സന്ധികളൊക്കെ ഇപ്പം ലളിതമായി അനായാസം പിന്നീട് ആവശ്യം വരുമ്പോൾ അത് മടക്കാനും നൂർത്താനും കഴിയും. ഇതിനു വേണ്ടി സന്ധികൾ മടക്കുകയും നൂർത്തുകയും ചെയ്യൽ ശേഷം ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. കഴിഞ്ഞു. ഇനി കാല് അത് വീണു പോകാതിരിക്കാൻ വേണ്ടി 2 വിരലുകൾ പരസ്പരം കൂട്ടി ബന്ധിച്ച് വെക്കും. ഇതുപോലെ തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതെന്തൊക്കെയായാലും മാറ്റിക്കൊടുക്കുകയും വലിയൊരു തുണി കൊണ്ട് ആ മയ്യത്തിനെ മൂടിക്കൊടുക്കുകയും വേണം. മരിക്കുന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അതെങ്ങനെ അഴിച്ചു മാറ്റും? അതൊന്നും വലിയൊരു വിഷയമല്ല. നമുക്ക് ഷർട്ടാണ്, അതല്ല പാൻസാണ്, എന്താണോ ധരിച്ചിരിക്കുന്ന വസ്ത്രം അടിഭാഗത്തിൽ കൂടി കൈവച്ച് അഴിച്ചു മാറ്റാൻ പറ്റുന്നത് അഴിച്ചു മാറ്റുകയും, അഴിക്കൽ കൊണ്ട് മയ്യത്തിൻ്റെ ശരീരത്തിന് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അഴിച്ചെടുക്കൽ പ്രായോഗികമായ വിഷമമുണ്ട് എങ്കിൽ കത്രികയോ മറ്റോ ഉപയോഗിച്ചിട്ട് അത് വെട്ടിമാറ്റുകയും ചെയ്യാവുന്നതാണ്. ആ നിലക്ക് മയ്യത്ത് മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായും നീക്കുക. പരമാവധി സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിലേക്ക് നോക്കുന്നത് ഒട്ടും ശരിയല്ല. നോട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളാണ് ഉണ്ടാവേണ്ടത്. ഔറത്തായ ഭാഗം ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. ഇനി ഔറത്തല്ലെങ്കിൽ തന്നെ നോക്കൽ അത്യാവശ്യമല്ലെങ്കിൽ അത് കറാഹത്താണ്, അഥവാ ഒഴിവാക്കേണ്ടതാണെന്നർത്ഥം. ഇങ്ങനെ നോക്കൽ ഒഴിവാക്കി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. അനിവാര്യ ഘട്ടത്തിൽ ആവുന്നതിന് വിരോധമില്ല. ഈ വിധത്തിൽ നേരത്തെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു വീതിയുള്ള നീളമുള്ള ശരീരം മുഴുവനും മറയുന്ന വിധമുള്ള ഒരു തുണി കൊണ്ട് ആ മയ്യത്തിനെ മറച്ചു. മയ്യത്തിനെ മറക്കുമ്പോൾ താഴ്ഭാഗം കാലിൻ്റെ ഇടയിലും മേൽഭാഗം തലയുടെ താഴ്ഭാഗത്തുമായിട്ട് പൂർണ്ണമായും മറച്ചിരിക്കുക. ഇതാണ് അതിൻ്റെ ശരിയായ രൂപം, തലൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്. ഇങ്ങനെ ആയിരിക്കും മയ്യത്തിൻ്റെ കിടപ്പ്. മയ്യത്തിനെ പൂർണ്ണമായും മറയുന്ന വിധത്തിൽ മൂടി വെച്ചു. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, മയ്യത്തിൻ്റെ മുഖവും ഉള്ളംകാലും കിബിലയിലേക്ക് വരുന്ന വിധത്തിലായിരിക്കണം മയ്യത്ത് കിടക്കുന്നത്. അതിനുവേണ്ടി തലയുടെ താഴ്ഭാഗത്ത് ഒരു ചെറിയ കനമുള്ള വസ്തു എന്തെങ്കിലും വെച്ച് കൊടുത്തെങ്കിലേ ഈ മുഖം കിബിലയിലേക്ക് വരികയുള്ളൂ. പല ഭാഗത്തും മയ്യത്ത് മലർന്ന് കിടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതല്ല ശരിയായ രൂപം. മുഖം കിബിലയിലേക്കായിരിക്കണം. ഇതിനു വേണ്ടി തലക്ക് താഴെ എന്തെങ്കിലും ഒരു ഉയരമുള്ള ഒരു ചെറിയ വസ്തു വെച്ച് കൊടുക്കൽ ആവശ്യമാണ്. ഇതുപോലെ തന്നെ മയ്യത്തിൻ്റെ വയറ് വീർക്കാതിരിക്കാൻ നമ്മൾ വിരിച്ച തുണിയുടെ മുകളിലായാലും അതിൻ്റെ താഴ്ഭാഗത്തായാലും വിരോധമില്ല. അല്പം ഭാരമുള്ളൊരു വസ്തു, പെട്ടെന്ന് മയ്യത്തിൻ്റെ വയറ് വീർത്ത് പൊന്തി വൃത്തികേട് കാണാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതേപോലെ ഒരു അല്പം ഭാരമുള്ള സാധനം ഫുഖഹാ ഇരുമ്പ് വസ്തുക്കളോ കനമുള്ള വസ്തുക്കളോ വെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും വെച്ചിരിക്കൽ ആവശ്യമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി മയ്യത്തിന് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പായി നമ്മൾ ചെയ്യേണ്ടുന്ന അത്യാവശ്യ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മയ്യത്ത്, കുളി, നിസ്കാരം, കഫൻ ചെയ്യൽ, ദഫൻ തുടങ്ങിയ കാര്യങ്ങൾ അഥവാ ശേഷമുള്ള സംസ്കരണ മുറകളൊക്കെ താമസിയാതെ ചെയ്യുകയാണ് വേണ്ടത്. അനാവശ്യത്തിനായി മയ്യത്ത് താമസിപ്പിച്ച് വെക്കുന്നത് നല്ല ആചാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധമായി പറഞ്ഞത് കാണാം. മുഅ്മിനായ മനുഷ്യൻ്റെ മയ്യത്ത് അനാവശ്യമായി
താമസിച്ച് വെക്കുന്നത് ഉചിതമല്ല എന്ന് നബി തിരുമേനി താക്കീത് എന്ന സ്വരത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇനി എത്രയും പെട്ടെന്ന് മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്ത് നിസ്കാരവും അനന്തരം അത് മറമടുന്ന കർമ്മവും എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടുന്ന രൂപം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പലരും തൻ്റെ മകൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ മകളുടെ കൈകൊണ്ട് കുളിപ്പിക്കപ്പെടേണ്ടുന്ന മയ്യത്ത് ഉമ്മയും ബാപ്പയും ഒക്കെ മരിക്കുമ്പോൾ അന്യവരാൽ കുളിപ്പിക്കപ്പെടുന്ന അവസ്ഥ സർവത്ര കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. വിരോധമൊന്നും ഇല്ലെങ്കിലും സ്വന്തം പിതാവിൻ്റെ ജനാസ അത് മക്കൾ കുളിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ സുഖം അല്ലെങ്കിൽ ആ ശ്രദ്ധ അതൊരു അന്യപുരുഷനിൽ നിന്നിട്ടുണ്ടാകാനിടയില്ലല്ലോ. മകൾ, ഉമ്മ, ജേഷ്ഠത്തി, അനുജത്തി തുടങ്ങി കുളിപ്പിക്കേണ്ടുന്ന അവസരത്തിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തിനത് ചെയ്യിക്കണം? മാത്രവുമല്ല, ഒരുപക്ഷേ തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ശരീരത്തിൽ അവർ രഹസ്യമാക്കി വെച്ചിരുന്ന വല്ല ന്യൂനതകളും ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഇതൊരു അന്യപുരുഷനോ സ്ത്രീയോ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ കാണുന്നത് ഈ മാതാവും പിതാവും ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലല്ലോ. ഇങ്ങനെയെല്ലാം നാം ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മക്കളാണ്. ജ്യേഷ്ഠാനുജന്മാരുണ്ടെങ്കിൽ അവരായിരിക്കും കുളിപ്പിക്കേണ്ടത്. മകളുടേത് ഉമ്മയും, ഉമ്മയാണ് മരിച്ചതെങ്കിൽ മകളും, ജ്യേഷ്ഠത്തിയാണ് മരിച്ചതെങ്കിൽ അനുജത്തിയും, ഇങ്ങനെ രക്തബന്ധമുള്ള അടുത്ത കുടുംബക്കാരും ബന്ധുക്കളുമായ പുരുഷനായ മയ്യത്തിന് പുരുഷനും സ്ത്രീയായ മയ്യത്തിന് സ്ത്രീയും അവരാണ് കുളിപ്പിച്ചിരിക്കേണ്ടത്. പക്ഷേ അതൊരു വലിയ കാര്യമാണ്, പ്രയാസകരമായ വിഷയമാണ്, ഞാൻ അതിന് കൊള്ളില്ല എന്ന ധാരണയുമായി മാറി നിൽക്കുന്ന സ്വഭാവം മാറ്റി ആ കാര്യം എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും നിർബന്ധമായും എൻ്റെ ജീവിതകാലത്ത് എൻ്റെ പിതാവ് മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക, ഉമ്മ മരിച്ചാൽ ഞാനാണ് കുളിപ്പിക്കുക എന്ന് മകനും മകളും പ്രതിജ്ഞയെടുത്തിരിക്കണം. അത് നമുക്ക് നടപ്പാക്കുകയും വേണം. അതുകൊണ്ട് ഇനി കുളിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്ത് എടുക്കുന്നതിൻ്റെ മുമ്പ് വേണ്ടുന്ന വിധത്തിൽ ആ സ്ഥലം ഒന്ന് സംവിധാനിച്ചിരിക്കൽ ആവശ്യമാണ്. വീട്ടിൽ കുളിപ്പിക്കാൻ പറ്റിയ കുളിമുറിയും സൗകര്യങ്ങളും ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല, പുറത്തു ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനും വിരോധമില്ല. ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ, മുകൾ ഭാഗത്തും മറവുള്ള, മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ സൗകര്യപ്പെടാത്ത ഒരു സ്വകാര്യമായ കേന്ദ്രത്തിലായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്നാണ് വിധി. ആ നിലക്ക് ചുറ്റുഭാഗങ്ങൾ മറഞ്ഞ ആ കുളിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയ സ്ഥലത്തേക്ക് നാം മയ്യത്ത് എടുത്തുകൊണ്ടുവരും. അവിടെ കുളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കട്ടിലും സംവിധാനിച്ചിരിക്കണം. മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോകാൻ സഹായകമാകുന്ന വിധം കട്ടിലിൻ്റെ ഒരു ഭാഗം അഥവാ മയ്യത്തിൻ്റെ തല വരുന്ന ഭാഗം അല്പമൊന്ന് ഉയർന്നു നിൽക്കൽ ആവശ്യമാണ്. ഈ കട്ടിലിലേക്ക് ഇനി നേരത്തെ നാം കിടത്തിയ ആ മയ്യത്ത് എടുത്തുകൊണ്ടുവരും. ഇവിടെയും സുന്നത്തായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയ്യത്ത് എടുത്തു വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് എത്തുന്നത് വരെ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം മയ്യത്തിനെ എടുത്തു വരുന്ന ആളുകൾ വരേണ്ടത്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്നാൽ കട്ടിലിൽ ഉയരം കൂടിയ ഭാഗത്തേക്ക് തല വരുന്ന വിധം ആ മയ്യത്തിനെ കിടത്തും. കുളിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമായി നാം ഒരുക്കിയിരിക്കേണ്ട സാധനം ഒന്ന് പ്രധാനമായിട്ട് വെള്ളം തന്നെ. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും തർക്കമുണ്ടാകുന്നൊരു വിഷയമാണ്. ഉത്തമമായ വെള്ളം ലഭ്യമാണെങ്കിൽ കടലിൽ നിന്നെടുക്കുന്ന ഉപ്പുവെള്ളമാണ് ഉത്തമം. അത് മയ്യത്തിൻ്റെ ശരീരത്തിന് ഉറപ്പേകാനും മറ്റും സഹായകമാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് സാധ്യമല്ലാത്ത പക്ഷം പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉത്തമമായ വെള്ളം തണുത്ത വെള്ളമാണ്. ചൂടുവെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന ധാരണ തെറ്റാണ്. അത് മതിയാവാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് അഴുക്ക് പിടിച്ചതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശൈത്യമേഖലയിലാണ്, മയ്യത്തിലേക്ക് തണുത്ത വെള്ളം പാരുന്നത് കൊണ്ട് കാര്യമായി ശരീരത്തിന് വല്ല കോട്ടവും സംഭവിക്കാനിടയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാമെന്നല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉചിതമായത് തണുത്ത വെള്ളം, ആ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. 2 പാത്രത്തിൽ വെള്ളം വേറെ വെച്ച് അതും ഇത്തിരി ഉയരമുള്ള സ്ഥലത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം അതിലേക്ക് തെറിക്കാതിരിക്കാൻ പാകത്തിൽ വെള്ളം വെച്ചു. പിന്നെ കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ്, ആ വെള്ളത്തിൽ ചേർക്കുന്നതിനായുള്ള കൽപ്പൂരം, ആ വസ്തുക്കളും
കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സജ്ജമാക്കി ചിലപ്പോൾ മയ്യത്തിൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്ത് വല്ല അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ വെള്ളം ചേരാൻ തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കാൻ ആവശ്യമായ ചെറിയ വസ്തുക്കളും അതും സജ്ജമാക്കി കഴിഞ്ഞാൽ കുളിപ്പിക്കൽ ആരംഭിക്കാം. മയ്യത്ത് കട്ടിലിൽ വെച്ച് കഴിയുമെങ്കിൽ കുളിപ്പിക്കേണ്ടത് ഒരു വീതിയുള്ള കമീസ് ധരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കുപ്പായം. പ്രായോഗികമായിട്ടതിന് വിഷമമുണ്ടെങ്കിൽ മയ്യത്തിനെ മുഴുവനുമായി മൂടുന്ന ഒരു തുണി കൊണ്ട് മൂടിയതിൻ്റെ ശേഷവുമാവാം. ഏതായാലും മയ്യത്ത് നഗ്നമായി വെക്കുന്നത് ഒട്ടും ഉചിതമല്ല. പ്രത്യേകിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുഖം തുറന്നിടുക എന്ന ഒരു പതിവുണ്ട്, അതും ശരിയല്ല. മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു വീതിയുള്ള വലിയ കട്ടിയില്ലാത്ത തുണി കൊണ്ട് മയ്യത്തിനെ പൂർണ്ണമായും മൂടിയിട്ട് കുളിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യമായി മയ്യത്തിൻ്റെ വയറ്റിൽ വല്ല വൃത്തികേടുകളും ഉണ്ടാവുക സാധാരണയാണ്. ഇത് നീക്കുകയും വുളു എടുത്ത് കുളിച്ചു ഒക്കെ വൃത്തിയായി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മാലിന്യങ്ങൾ പുറത്ത് വന്ന് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി അത് കളയുകയും വേണം. ഇതിനായി കുളിപ്പിക്കുന്ന ആൾ തൻ്റെ വലത് കാൽ മുട്ട് കട്ടിലിലേക്ക് കയറ്റി വെച്ചതിൻ്റെ ശേഷം മയ്യത്തിൻ്റെ പരടിക്ക് താഴെ വലത് കൈ വെച്ച് ഇടത് കൈ കൊണ്ട് വയറിൻ്റെ ഭാഗത്തും അമർത്തിപ്പിടിച്ചുകൊണ്ട് മയ്യത്തിനെ ചെറിയ വിധത്തിൽ ഒന്ന് ഇരുത്തും. ആ വിധത്തിൽ കാൽമുട്ടിലേക്ക് തല ചാരി വെച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് തുടർച്ചയായി തടവി കൊടുക്കണം. ഇങ്ങനെ തടവുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുർഗന്ധങ്ങൾ ഉണ്ടാകാൻ, മാലിന്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ദുർഗന്ധം തടയാനായി പെട്ടെന്ന് അവിടെ ഉലുവാൻ പോലുള്ള സുഗന്ധ വസ്തുക്കൾ പുകയിച്ചുകൊണ്ടിരിക്കണം. അതെ, ഇങ്ങനെ ഉലുവാൻ പുകയിക്കുക. സഹായത്തിന് നിൽക്കുന്ന ആൾ വെള്ളം തുടർച്ചയായി ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പം വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ഭാഗത്തൊഴിക്കുക, തുടർച്ചയായിട്ട് കൈകൊണ്ടിട്ട് അല്പം അമർത്തിക്കൊണ്ട് തന്നെ തടവുകയും ചെയ്താൽ മാലിന്യങ്ങൾ പുറത്തു വരും. അടുത്ത് വെച്ച് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. ആ കാര്യം നിർത്തുകയും മയ്യത്തിനെ പൂർവാവസ്ഥയിൽ തന്നെ കിടത്തുകയും വേണം. കിടത്തിയതിൻ്റെ ശേഷം ഇനി ഇവിടെ മയ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് വന്ന മാലിന്യങ്ങൾ ഉണ്ടാകും കട്ടിലിലും ശരീരത്തിലുമായി. ഇത് കഴുകി വൃത്തിയാക്കലാണ് അടുത്ത ബാധ്യത. ഇതിനു വേണ്ടി നേരത്തെ ഒരുക്കി വെച്ച ശീലക്കഷ്ണം എടുത്ത് ഇടത് കൈയിൽ ചുറ്റിയിട്ട് ഈ കൈ കൊണ്ട് മയ്യത്തിൻ്റെ മുദ്വാരവും പിന്ദ്വാരവും ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കുക, ഭാഗം കഴുകി വൃത്തിയാക്കി കൊടുക്കുക. ഇതുപോലെ ക്ഷീരക്കഷ്ണം ചുറ്റിയിട്ടാണ് ഇപ്പം കഴുകുന്നത്. ഒക്കെ രേഖപ്പെടുത്തിയതും അങ്ങനെയാണ്. ഇനി ഇന്ന് ഗ്ലൗസ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതായാലും വിരോധമില്ല. പക്ഷേ സൗകര്യത്തിന് മാറ്റിക്കൊണ്ടിരിക്കാനും കൂടുതൽ വൃത്തിക്കും കഷ്ണങ്ങൾ തന്നെ ചുറ്റുന്നതായിരിക്കും ഉചിതം. ഈ കഴുകിയ കയ്യിൽ നിന്ന് ആ കഷ്ണങ്ങൾ മാറ്റി കൈ ശരിക്ക് കഴുകി. ഇപ്പോൾ ശരീരത്തിൽ നജസിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വന്നതിൻ്റെ ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മയ്യത്തിന് വേണ്ടി മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മിസ്വാക്ക് ചെയ്യുമ്പോൾ നേരത്തെയുള്ള കഷ്ണം മാറ്റി ആ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലിൽ പുതിയ കഷ്ണം ചുറ്റിയതിൻ്റെ ശേഷം ആ കൈ കൊണ്ടാണ് മയ്യത്തിന് മിസ്വാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്തു കൊടുക്കുന്നതും സ്വന്തം ചെയ്യുന്നതിനും മാറ്റമായിട്ടാണ്. ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലിൽ കഷ്ണം ചുറ്റിക്കൊണ്ട് മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കും. ഒരു ചടങ്ങ് എന്ന വിധത്തിൽ മയ്യത്തിൻ്റെ തല അല്പം ചെരിച്ച് വെച്ചുകൊണ്ട് അല്പം വെള്ളം ചേർത്തി തുടച്ച് എടുക്കുന്ന രൂപമാണ് ഈ മിസ്വാക്ക് കൊണ്ട് ഉദ്ദേശം. ഇത്രയുമുണ്ട്. അകത്തേക്ക് വെള്ളം കടക്കൽ ഒഴിവാക്കണമെന്നർത്ഥം. ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇനി ഇടത് കൈയിൻ്റെ ആ കഷ്ണം മാറ്റിയിട്ട് ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ മറ്റൊരു കഷ്ണം ചുറ്റി മയ്യത്തിൻ്റെ മൂക്ക് ദ്വാരങ്ങളിലുള്ള വൃത്തികേട് നീക്കണം. ഇതാണ് കുളിയുടെ അടുത്ത രൂപം. മൂക്കിൻ്റെ 2 ദ്വാരങ്ങളിലുള്ള വൃത്തികേടുകൾ ചെറിയ വിരലിൽ തുണി ചുറ്റിക്കൊണ്ടിട്ട് നീക്കിയെടുക്കുക. ഇനി മൂക്ക് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മയ്യത്തിന് ഉളു ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. വായിൽ വെള്ളം കുപ്പിളിക്കുക. ഇത് വായ തുറന്ന് അകത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അതും ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ അല്പം വെള്ളം ഒഴിച്ച് അവിടെ നിന്ന് കാണിച്ചു
വായിൽ വെള്ളം കൊപ്പിടിക്കുക എന്ന ചടങ്ങും മൂക്ക് വൃത്തിയാക്കലും നടത്തി. വുദു എടുക്കുന്നതിൻ്റെ ഭാഗമായി മുഖം കഴുകലാണ് അടുത്ത ഇനം. അല്പം വെള്ളം കൊണ്ട് മുഖം ലളിതമായ രൂപത്തിൽ കഴുകിയെടുക്കുകയാണ്. മുകൾ ഭാഗത്തും തുടങ്ങി ഇങ്ങനെ 3 പ്രാവശ്യം കഴുകി മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ സാധാരണ വുദു എടുക്കുമ്പോൾ കൈ കഴുകുന്നത് പോലെ മയ്യത്തിൻ്റെ വലത് കൈയും പിന്നീട് ഇടത് കൈയും 3 പ്രാവശ്യം കഴുകി ഇടത് കൈയും കഴുകി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കൈ കഴുകി തല തടവി 3 പ്രാവശ്യം തലയും തടവി കാത് തടവി 2 കാലും കഴുകി ഇങ്ങനെ മയ്യത്തിന് പൂർണ്ണമായ ഒരു വുദു എടുത്തു കൊടുക്കണം. ആ വുദുവിൻ്റെ ശേഷം ദുആ സുന്നത്താണ്. വുദു കഴിഞ്ഞിട്ട് നാം സാധാരണ വുദു എടുത്തു കഴിഞ്ഞാൽ ഖിബ്ലക്ക് അഭിമുഖമായി നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്നാണ് സാധാരണ നാം ദുആയിൽ പറയാറ്. എന്നാൽ മയ്യിത്തിന് വേണ്ടിയുള്ള വുദുവിൻ്റെ ശേഷം അല്ലാഹുമ്മ ജഅൽഹു മിനത്ത് തവ്വാബീന വജഅൽഹു മിനൽ മുതതഹിരീന വജഅൽഹു മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്റ് അത് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. അങ്ങനെ വുദു കഴിഞ്ഞു. ഇനി മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വല്ല മാലിന്യങ്ങളും പുറത്തു പോവുകയോ അന്യ സ്ത്രീ പുരുഷന്മാർ തൊടുന്ന സമയത്ത് വുദു മുറിയുന്ന പ്രശ്നമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അതുകൊണ്ടൊന്നും മയ്യത്തിന് നാം ഇപ്പോഴുണ്ടാക്കി കൊടുത്ത വുദു ഒരു കാരണവശാലും മുറിയുന്നതല്ല, വളരെ ഭദ്രമായ വുദുവാണ് എന്നർത്ഥം. വുദു ഉണ്ടാക്കി കൊടുത്തു. ഇനി കുളിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വുദു മയ്യത്തിൻ്റെ കുളിക്ക് സുന്നത്തുള്ളൊരു വിഷയമാണ്. കുളിപ്പിക്കൽ നിർബന്ധമായൊരു കാര്യവുമാണ്. എന്നാൽ ഇതിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം, കുളിപ്പിക്കുന്നതിന് നിയ്യത്ത് നിർബന്ധം ഇല്ല, മറിച്ച് സുന്നത്താണ്. അതേസമയം സുന്നത്തായ വുദു സാധുവാകണമെങ്കിൽ നിയ്യത്ത് നിർബന്ധവുമാണ്. ആയതിനാൽ വുദു എടുക്കുന്ന സമയത്ത് ഈ മയ്യത്തിന് ഞാൻ വുദു എടുത്തു കൊടുക്കുന്നു എന്നോ മയ്യത്ത് കുളിക്ക് വേണ്ടിയുള്ള വുദു ഞാൻ നിർവഹിക്കുന്നു എന്നോ നിയ്യത്ത് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി ആദ്യമായി ചെയ്യുന്നത് തലയും താടിയും കഴുകി വൃത്തിയാക്കുകയാണ്. താളിയും മറ്റും ഉപയോഗിക്കാനൊക്കെ ഫുഖഹാ നിർദ്ദേശിച്ചതായി കാണാം. ചെയ്യുന്നതിന് വിരോധമില്ല. ഇനി ആ സ്ഥാനത്ത് നാം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കാവുന്നതുമാണ്. അപ്പോൾ മയ്യത്തിൻ്റെ തല വെള്ളമൊഴിച്ച് മുടി കൊഴിഞ്ഞു പോകാൻ ഇട വരാത്ത വിധത്തിൽ ലളിതമായി തലയും താടിയും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിൻ്റെ ശേഷം നല്ല വെള്ളം എടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ആദ്യ ഭാഗം. ഇതും ശരീരത്തിൽ ഔറത്തായ ഭാഗം നിർബന്ധമായും ശീല ചുറ്റിയ കൈകൊണ്ടാ തൊടാൻ പാടുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി മറ്റു ഭാഗങ്ങളും പരമാവധി നഗ്നമായ കൈ ഒഴിവാക്കിയിട്ട് ശീല ചുറ്റിക്കൊണ്ടാവലാണ് ഉത്തമം. തലയും താടിയും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഇത് കഴുകുന്ന സമയത്ത് മുടിയൊക്കെ ചെടകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പല്ല് അല്പം അകന്ന് നിൽക്കുന്ന ചീർപ്പ് കൊണ്ട് വാരി കൊടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഇങ്ങനെ വാർന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോകാനിട വരും. മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന പക്ഷം ആ മുടി കഫൻ പുടയിൽ വെച്ചുകൊണ്ട് മയ്യത്തിനോട് കൂടെ മറവ് ചെയ്യേണ്ടത് ആയതിനാൽ ആ മുടിയെടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അങ്ങനെ വാർന്ന് വെള്ളം അടിയിൽ ചേരാത്ത കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി തലയിലും താടിയിലുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ബോധ്യം വരുത്തുക. കഴുകിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കുളിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് ആദ്യം വെള്ളം പാർന്നുകൊണ്ട്, അപ്പോൾ വലത് ഭാഗം പിന്നീട് ഇടത് ഭാഗം കഴുകി മയ്യത്തിനെ ചൊരിച്ച് പിടിച്ചിട്ട് വലത് ഭാഗവും ഇടത് ഭാഗവും പിൻഭാഗത്ത് നിന്നും കഴുകി ആണ് കുളിപ്പിക്കുന്നതിൻ്റെ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ വഫാത്തായപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ സ്ത്രീകളോട് ആ വിധത്തിൽ വലഭാഗം ആദ്യം കഴുകിക്കൊണ്ട് വേണം
മകളുടെ ജനാസ കുളിപ്പിക്കാനെന്ന് നിർദ്ദേശിച്ചത് സ്വഹീഹായ ഹദീസിൽ കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഖഹ രേഖപ്പെടുത്തുന്നു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലതു ഭാഗത്തിന് മുന്തിക്കൽ ആവശ്യമാണെന്ന്. അപ്പോൾ ഒരു വലിയ തുണിയിൽ മൂടിയിട്ട ജനാസയാണ്, അടിഭാഗത്ത് മറ്റു വസ്ത്രങ്ങളൊന്നും ഇല്ല. ഈ വിധത്തിലാണ് നാം കുളിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ വലതു ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിക്കണം. അങ്ങനെ വലതു ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ ഇനി അല്പം സോപ്പ് ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. സോപ്പ് ഉപയോഗിച്ച് മുൻഭാഗത്ത് തേച്ചു. ആ സോപ്പിൻ്റെ വെള്ളം പോകുന്നതിന് വേണ്ടി, അഴുക്കുകൾ നീങ്ങുന്നതിന് വേണ്ടി ആവശ്യമാകുന്ന തോതിൽ ഇനിയും വെള്ളം ഒഴിക്കണം. ഒരു പ്രാവശ്യം ഒഴുക്കിയത് കൊണ്ടിട്ട് ആ സോപ്പും അഴുക്കും നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് മതിയാക്കണം. ഇല്ല, വൃത്തിയായിട്ടില്ല എന്ന തോന്നൽ ബാക്കിയാണെങ്കിൽ വീണ്ടും ആവശ്യാനുസാരം വെള്ളം ഒഴിച്ച് ആ സോപ്പും അഴുക്കുകളും നീക്കി വെക്കുക. ഇതേ പ്രകാരം ഇനി ഇടത് ഭാഗത്ത്, ശരീരത്തിൻ്റെ മുൻഭാഗം ഇടതുവശത്തും വെള്ളം ഒഴിച്ചിട്ട് കഴുകും. ആശുപത്രിയിൽ കിടന്ന രോഗിയാകുമ്പോൾ ബാൻഡേജിൻ്റെ പേരിലോ പ്ലാസ്റ്റർ കാരണമായിട്ടോ ഗ്ലൂക്കോസ് കയറ്റുന്നതിൻ്റെ പേരിലോ മറ്റോ എവിടെയെങ്കിലും വെള്ളം ചേരാൻ തടസ്സമുണ്ടായ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകിച്ച് കഴിയാത്ത വിധം താമം ചെയ്യേണ്ടി വരും. ഇതുപോലെ നഖത്തിൻ്റെ താഴ്ഭാഗത്ത് അഴുക്കുണ്ടോ എന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും, കാൽ കൈ നഖങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചെറിയ വസ്തുക്കൾ എടുത്തിട്ട് ആ അഴുക്ക് നീക്കിയിരിക്കേണ്ടതുമാണ്. കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വലതു ഭാഗം കഴുകിയതുപോലെ ഇടതു ഭാഗം ഒന്നിച്ച് വെള്ളം പാർന്നു, പിന്നീട് സോപ്പ് ഉപയോഗിച്ചു ശരിക്ക് കഴുകി ആ സോപ്പും അഴുക്കും നീങ്ങുന്നതിനാവശ്യമായ വിധം വീണ്ടും വെള്ളം പാർന്നിട്ട് കഴുകണം. അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം പാർന്നുകൊണ്ട് സോപ്പും പതയും അഴുക്കും നീങ്ങി എന്ന് ഉറപ്പായാൽ അതുകൊണ്ട് മതിയാക്കാം. അതല്ലെങ്കിൽ 2 തവണ പാരണം. 2 തവണ പാർന്നിട്ട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മതിയാക്കാതെ 3 പ്രാവശ്യമാക്കലാണ് ഉത്തമം. ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് അഴുക്കൊക്കെ നീക്കിയതിനു ശേഷം ഇനി നമുക്ക് മയ്യത്തിൻ്റെ അടിഭാഗം ഇതുപോലെ വലതും ഇടതും 2 ഭാഗങ്ങളായിട്ട് വെള്ളം പാർന്ന് കഴുകണം. അതിനാദ്യമായി മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചാൽ വലതു ഭാഗം പിന്നിലായിട്ട് വെള്ളം ഒഴുകി ആ വലതു ഭാഗത്തിൻ്റെ കുളി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ 2 ഭാഗവും കഴുകിയതിന് ശേഷം മയ്യത്ത് ഇടത് ഭാഗത്തേക്ക് ചൊരിച്ചു പിടിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മയ്യത്ത് മുഖം കുത്തി പോകാൻ പാടില്ല. അങ്ങനെ മുഖം കുത്തിയിട്ട് മയ്യത്തിനെ കടത്തുന്നത് ഹറാമാണ്. ഒരു പ്രാവശ്യം വെള്ളം പാർന്നതിൻ്റെ ശേഷം സോപ്പ് ഉപയോഗിച്ച് അവിടെയും കഴുകി ആ സോപ്പ് പോകുന്നത് വരെ വീണ്ടും കഴുകി ആ അഴുക്കും സോപ്പും നീക്കിയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെ വലതു ഭാഗം കൊള്ള തിരിച്ച് ഇടത് ഭാഗം ശരീരത്തിൻ്റെ താഴ്ഭാഗത്ത് മേൽ പറഞ്ഞതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയിരിക്കണം. ആ 2 ഭാഗവും കഴുകിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ വിധത്തിൽ 3 പ്രാവശ്യം കഴുകിയിരിക്കണം. നേരത്തെ വെള്ളം ഒഴുകിയ കഴുകിയ 4 ഭാഗങ്ങളിലും ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചിട്ട് ഇനി 3 തവണ വീതം കഴുകേണ്ടതുണ്ട്. ഇത് സുന്നത്താണ്. ഇനി ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൽ അല്പം കൽപ്പൂരം ചേർത്തിരിക്കലും അത്യാവശ്യമാണ്. ഈ വെള്ളത്തിൽ അതും വെള്ളം പകർച്ച വരാത്ത വിധത്തിൽ അല്പം മാത്രം ചേർത്തിയാൽ മതി. ഇനി ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ മയ്യത്തിൻ്റെ ശരീരം കഴുകാൻ പോകുന്നത്. വെള്ളം ഒഴിക്കുന്നത് നേരത്തെ തോൾ മുതൽക്ക് അല്ലെങ്കിൽ പരടി മുതൽക്ക് ഒക്കെ ആയിരുന്നു. ഇനി വെള്ളം അവസാനമായി ഒഴിക്കുന്നത് തല മുതൽക്കാണ്. അപ്പോൾ അടുത്ത പാത്രം വെള്ളം എടുത്തിട്ട് മൂർധാവ് മുതൽ കാലെത്തുന്നത് വരെ വെള്ളം ഒഴിക്കും. ഇങ്ങനെ 3 തവണയാണ് ഈ വെള്ളം ഒഴിക്കേണ്ടത്. 3 പ്രാവശ്യം വലത് ഭാഗത്ത്, പിന്നീട് അതേപോലെ 3 പ്രാവശ്യം ഇടത് ഭാഗത്തും വെള്ളം ഒഴിക്കും. ഇനി മയ്യത്ത് നേരത്തെ ചെയ്തതുപോലെ ഇടത് ഭാഗത്തേക്ക് ചേരിച്ചിട്ട് 3 പ്രാവശ്യം കൽപ്പൂരം ചേർത്തിയ വെള്ളം കൊണ്ട് ഇടത് ഭാഗത്തിൻ്റെ പിൻവശം വെള്ളം ഒഴിക്കേണ്ടതാണ്. മോളെ കൂടെ ഇനി 3 പ്രാവശ്യം ഇതുപോലെ എനിക്കെടുത്തിയിട്ട് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ വലത് ഭാഗത്തേക്ക് ചരിച്ച് ഇടത് ഭാഗത്തും തല മുതൽ കാല് വരെ എത്തുന്ന വിധത്തിലാണ് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പോൾ കുളിയുടെ പൂർണ്ണമായ ഒരു പ്രാവശ്യം കുളിപ്പിച്ചു എന്ന് പറയാം. ഈ വിധത്തിൽ 3 പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി കുളി അതിൻ്റെ സമ്പൂർണമായ രൂപമായി. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം. ഇത് കഴിഞ്ഞാൽ ഇനി മയ്യത്തിൻ്റെ ഈ ശരീരത്തിലുള്ള വെള്ളം മുടി കൊഴിഞ്ഞു പോകാത്ത വിധം നേരിയ ഉണങ്ങിയ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ തോർത്തി കൊടുക്കലാണ് ഇനി ആവശ്യം. സമയത്ത് നനഞ്ഞ ആ മുണ്ട് മാറ്റിയിട്ടാണ് മയ്യത്തിനെ തോർത്താൻ സൗകര്യം. അതുകൊണ്ട് മയ്യത്തിൻ്റെ ശരീരം കാണാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ മുണ്ടെടുത്ത്
ശരീരത്തിലിട്ട് അടിയിൽ നിന്ന് നേരത്തെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ആ വസ്ത്രം മാറ്റും. അതിന് ശേഷം ഉണങ്ങിയതായ ആ തുണി കൊണ്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ വിധത്തിൽ തോർത്തി മയ്യത്തിനെ പൂർണ്ണമായും വെള്ളം ഒഴിവാക്കി ഇരിക്കണം. അതിന് ശരീരം മുഴുവനും തുടച്ച് വെള്ളം നീക്കിയതിൻ്റെ ശേഷം കട്ടിൽ മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം. കാരണം ഈ കട്ടിൽ ഇതുവരെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ നനഞ്ഞതും ഒരു പക്ഷേ ആ കുളിപ്പിച്ച വെള്ളമൊക്കെ കട്ടിലിൻ്റെ ഭാഗങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടും മയ്യത്തിനെ ഒരു പുതിയ കട്ടിലേക്ക് മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം. അതുകൊണ്ട് മയ്യത്ത് എടുത്ത് ഒരു പുതിയ കട്ടിലിലേക്ക് കടത്തി. ഇനി അതേ കട്ടിലിൽ തന്നെ മയ്യത്തിനെ വെക്കുന്നത് കൊണ്ടും വിരോധമല്ല. ആ കട്ടിലിൻ്റെ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. മയ്യത്തിനെ ചരിച്ചു പിടിച്ച് രണ്ട് വശങ്ങളും ഒന്ന് തുടച്ച് പഴയ വെള്ളം മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ തുടച്ച് അവിടെ തന്നെ വെക്കാവുന്നതാണ്. ഇതോടെ മയ്യത്തിൻ്റെ കുളി കഴിഞ്ഞു. മയ്യത്ത് കുളിച്ചു കഴിഞ്ഞാൽ സാധാരണ നാം ജീവിതകാലത്ത് കുളിക്കുമ്പോൾ നമുക്ക് സുന്നത്തുള്ളതുപോലെ കുളിയുടെ ശേഷം 2 ഷഹാദത്ത് കലിമയും അതിൻ്റെ ശേഷമുള്ള ദുആവും, അത് 3 പ്രാവശ്യം ചെല്ലൽ സുന്നത്തുണ്ട്. മയ്യത്തിന് വേണ്ടിയുള്ള കുളിയിലും ഈ സുന്നത്ത് നിലനിൽക്കുന്നു. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽഹു മിനത്ത് തവ്വാബീന വജഅൽഹു മിനൽ മുതദഹിരീന വജഅൽഹു മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് 3 തവണ പറയലും സുന്നത്തുണ്ട്. ഇനി മയ്യത്ത് കുളി കഴിഞ്ഞാൽ അടുത്തത് മയ്യത്തിനെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, ഈ വിഷയവും കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുളിയുടെ കാര്യത്തിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പുരുഷനാണെങ്കിൽ പുരുഷനായ ബന്ധു, സ്ത്രീയാണെങ്കിൽ സ്ത്രീയായ ബന്ധുവാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ കാര്യമായൊരു വ്യത്യാസമൊന്നും കാര്യത്തിൽ പറയാനില്ല. താടി വാർന്നു വെക്കുന്നതും താടി കഴുകുന്നതും ഒക്കെ പുരുഷൻ്റെ കാര്യത്തിലുണ്ടാകും. സ്ത്രീയുടെ കാര്യത്തിൽ സാധാരണ ജീവിതകാലത്ത് കുളിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങ് കുളിപ്പിക്കണം. കുളിക്കുന്ന കാര്യത്തിൽ പുരുഷൻ്റെ കാര്യത്തിൽ മയ്യത്ത് പുരുഷനാകുമ്പോൾ പുരുഷന്മാരായ ബന്ധുക്കളും, മയ്യത്ത് സ്ത്രീയാണെങ്കിൽ സ്ത്രീകളായ അടുത്ത ബന്ധുക്കളുമാണ് കുളിപ്പിക്കേണ്ടത് എന്ന വിഷയം നേരത്തെ നാം ഉണർത്തി. ഇതാണ് കുളി സംബന്ധമായി പറയാനുള്ളത്. ഇനി മയ്യത്ത് കഫൻ ചെയ്യലെങ്ങനെ എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. തക്ഫീൻ അഥവാ കഫൻ ചെയ്യൽ. സ്ത്രീയും പുരുഷനുമായ മയ്യത്തുകൾ കഫൻ ചെയ്യുമ്പോൾ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. പുരുഷനെ 3 തുണിയിൽ കഫൻ ചെയ്യലാണ് ഉത്തമമായ രൂപം. നിർബന്ധം ശരീരം മുഴുവനും മറയുന്ന ഒരു തുണിയിൽ കഫൻ ചെയ്താലും മതി. ഇത് സ്ത്രീയാകുമ്പോൾ 5 വസ്ത്രമാണ്. ഒരരയുടുപ്പ്, അതിൻ്റെ മുകളിലായ കമീസ്, പിന്നീട് ഒരു മക്കന, 2 പുടവയിൽ പൊതിയലും, ഇങ്ങനെ 5 വസ്ത്രം. ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കഫൻ ചെയ്യുന്നിടത്തുള്ള വ്യത്യാസം ഇതാണ്. ഇനി അതിൻ്റെ രൂപം എങ്ങനെയെന്ന് ചുരുങ്ങിയ വിധത്തിൽ നമുക്കൊന്ന് കാണാം. പുരുഷനായ ഒരു മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ ശരീരം മുഴുവനും മറയാവുന്ന വിധത്തിലുള്ള 3 വസ്ത്രം വേണമെന്ന് പറഞ്ഞു. ഈ വസ്ത്രം ആദ്യമായി ഒന്ന് പുകയിക്കൽ, തബ്ഖീർ എന്ന് പറയും, ഉലുവാൻ പുകയിക്കൽ, അത് ഉത്തമമാണ്. ശേഷം ആ പുടവകൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണെങ്കിൽ, അഥവാ വീതിയോ ഭംഗിയോ കൂടുതലും കുറവും ഉള്ളതായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വീതിയും ഭംഗിയുമുള്ള വസ്ത്രം പുടവ ആദ്യം വിരിക്കുകയും അതിൻ്റെ മുകളിൽ തൊട്ടടുത്തതും അതിൻ്റെ മുകളിൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ളതുമായ പുടവകളാണ് വിരിക്കേണ്ടത്. ജീവിതകാലത്ത് അടിയിലുള്ള വസ്ത്രത്തെക്കാൾ പുറത്തുള്ള വസ്ത്രം ഭംഗിയാവാൻ നാം ആഗ്രഹിക്കുന്നതും നാം സ്വീകരിക്കുന്നതുമായതുപോലെ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോഴും ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഒരേപോലുള്ള വസ്ത്രമാണെങ്കിൽ ആ കാര്യം ഇവിടെ നാം പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ 3 പുടവകൾ പുകയിച്ചതിൻ്റെ ശേഷം ഒന്നിൻ്റെ മുകളിലായി ഒന്ന് വിരിക്കും. ആ പുടവകളിൽ ഓരോന്നിൻ്റെ മുകളിലും അല്പം കൽപ്പൂരം, ഹനൂത്ത് എന്ന് മയ്യത്ത് സംസ്കരണത്തിന് പ്രത്യേകമായി ഉണ്ടാക്കുന്ന ഒരു സുഗന്ധദ്രവ്യമുണ്ട്. ആ ഭസ്മം ഉണ്ടെങ്കിൽ അതും ഓരോ പുടവയുടെയും മുകളിൽ വതറുന്നതും സുന്നത്താണ്. തുണികൾ വ്യത്യസ്തമാണെങ്കിൽ വീതിയുള്ളതും ഭംഗിയുള്ളതുമായ തുണി ആദ്യമെടുത്ത് വിരിക്കും. തുണി വിരിച്ചതിന് ശേഷം അല്പം കൽപ്പൂരം അതിൻ്റെ മുകളിൽ ബദറൽ സുന്നത്താണ്.
ഈ കൽപ്പൂരം വിതറി ശേഷം അടുത്ത തുണിയും ഇതേപോലെ ഇതിന്റെ മുകളിൽ വിരിക്കും. ഈ തുണിയുടെ മുകളിലും നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പൂരം അല്പം ബദരിയിരിക്കേണ്ടതാണ്. കൽപ്പൂരം കൊണ്ട് മയ്യത്തിന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കീടങ്ങൾ കയറാതിരിക്കാനും ശരീരത്തിന് ഉറപ്പ് ലഭിക്കാനും അത് സഹായിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മൂന്നാമത്തെ തുണിയും തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും നേരത്തെ വിതറിയതായ കൽപ്പൂരം അല്പം ബദരിയിരിക്കണം. ഇത് വതറിയതിൻ്റെ ശേഷം ഇനി മയ്യത്തിൻ്റെ പിൻഭാഗത്ത് അല്പം പരുത്തി ഉറപ്പിച്ചു വെക്കുന്നതിന് സഹായകമായി ഒരു കെട്ട് സുന്നത്തായി ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. കൽപ്പൂരം വതറിയതായി പരുത്തി പിൻഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ചതിൻ്റെ ശേഷമാണ് മയ്യത്ത് ഈ പുടവയുടെ മുകളിൽ കിടത്തുന്നത്. ഇനി നമുക്ക് കഫൻ ചെയ്യാനുള്ള മയ്യത്തിനെ പുടവയിലേക്ക് കൊണ്ടുവന്ന് കടത്തലാണ് അടുത്ത ഇനം. ആദ്യ ഭാഗം എന്ന നിലക്ക് നേരത്തെ നാം മുകളിൽ വിരിച്ച ആ വസ്ത്രം പഞ്ഞി മയ്യത്തിൻ്റെ നഗ്നഭാഗത്ത് പ്രസ് ചെയ്യുന്ന വിധത്തിൽ 2 കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിക്കെട്ടി ഭദ്രമാക്കും. ഈ കഷ്ണവും ആ കഷ്ണവും കൂടി കെട്ടിയിട്ട് അത് ഉറപ്പിച്ചതിൻ്റെ ശേഷം ഇതുപോലെ മറുഭാഗത്തുള്ള കഷ്ണവും ഇടണം. ആ ഭാഗത്തുള്ള 2 കഷ്ണങ്ങൾ പരസ്പരം എടുത്തിട്ട് മയ്യത്ത് കഫൻ ചെയ്യുമ്പോഴായാലും കുളിപ്പിക്കുമ്പോഴായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഔറത്ത് ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്തതാണ്. ആ തുണി കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മയ്യത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങൾ, ശരീരത്തിലുള്ള ദ്വാരങ്ങൾ, ദ്വാരം സൃഷ്ടിപരമാവാം, ഇനി മുറിവ് ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ടോ പോസ്റ്റ്മോർട്ടം കാരണമായോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവിലും ദ്വാരങ്ങളിലും നേരത്തെ പറഞ്ഞ കൽപ്പൂരം കലർത്തിയതായ പഞ്ഞി വെക്കൽ സുന്നത്താണ്. ആ പഞ്ഞി സുജൂദിൻ്റെ സ്ഥലങ്ങളിൽ കർപ്പൂരത്തിൻ്റെ പൊടി വതറിയ പഞ്ഞി അല്പെടുത്തിട്ട് മൂക്കിലും അതുപോലെ വായിലും, നെറ്റി സുജൂദിൻ്റെ സ്ഥലമാണ്, ഇക്റാമൻ ലഹ, ആ സുജൂദിൻ്റെ സ്ഥലങ്ങളെ ബഹുമാനിച്ച് കൊണ്ടിട്ട് ആണ് ആ സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെക്കുന്നത്. ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കക്ഷത്തും, അതെ, സുജൂദിൻ്റെ സ്ഥലത്തും കാതിലും ഇനി കക്ഷത്തും വിരലുകൾക്ക് ഇടയിലും ഒക്കെ ഈ പഞ്ഞി അല്പാൽപ്പം വെച്ച് വിരലുകൾക്കിടയിലും വെച്ച് എല്ലാ ദ്വാരങ്ങളിലും കാൽ വിരലുകൾക്കിടയിലും കാലിൻ്റെ മുട്ടിലും സുജൂദിൽ നിലത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെച്ചതിൻ്റെ ശേഷം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ വല്ല മുറിവുകളോ പൊട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെയും പഞ്ഞി വെച്ച് ഇനി തുണി പൊതിഞ്ഞ് കഫൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ജീവിതകാലത്ത് നാം വസ്ത്രം ധരിക്കുന്നത് വലതുഭാഗത്ത് മുന്തിച്ചുകൊണ്ടാണ്. ഇതുപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിലും ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് ആദ്യത്തെ പുടവ പൊതിയുന്നത്. ഇത് പൊതിഞ്ഞ് പൂർത്തിയാക്കിയതിന് ശേഷം വലത് ഭാഗത്തെ കഷ്ണം ഇടത് ഭാഗത്തേക്കും മറയും. ഇപ്പോൾ ആ തുണി പൊതിഞ്ഞത് മൂടിയ തുണി നമ്മൾ നീക്കും. ഇതുപോലെ രണ്ടാമത്തെ തുണിയും ഇടത്ത് ഭാഗത്ത് നിന്ന് വലത്തോട്ടും പിന്നീട് വലത് ഭാഗത്ത് നിന്ന് ഇടത്തോട്ടും വരുന്ന വിധത്തിൽ പൊതിഞ്ഞ് മൂന്നാമത് തുണിയും ഇതേ പ്രകാരത്തിൽ ആദ്യം ഇടത്തു നിന്ന് വലത്തോട്ടും പിന്നീട് വലത്തു നിന്ന് ഇടത്തോട്ടും പൊതിഞ്ഞ് പൂർത്തിയാക്കേണ്ടതാണ്. ശേഷം തലഭാഗത്തും നടുഭാഗത്തും പിന്നിലുമായി കാൽഭാഗത്തുമായി 3 കെട്ടുകൾ സുന്നത്താണ്. ഈ കെട്ടുകൾ ഖബറിൽ വെച്ചതിൻ്റെ ശേഷം അയച്ച് കളയേണ്ടതുമാണ്. ഖബറിൽ മയ്യത്തിനെ കെട്ടോടുകൂടി വെക്കരുത് എന്നാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ തക്ഫീൻ പൂർണ്ണമായി കഴിഞ്ഞു. മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിസ്കരിക്കേണ്ടത്. മുമ്പ് നിസ്കരിക്കുന്നത് ഉചിതമല്ലെന്നാണ് ഫുഖഹാ വ്യക്തമാക്കിയിരിക്കുന്നത്.
അങ്ങനെ കഫൻ ചെയ്തതിന് ശേഷം മയ്യത്തിൻ്റെ കഫൻ പുടയിൽ ഇങ്ങനെ തീബോട് കൂടി നല്ല വസ്ത്രത്തോടു കൂടി മയ്യത്തിനെ ഖബറിലേക്ക് യാത്രയാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാണ് തക്ഫീൻ. ഇതാണ് കഫൻ ചെയ്യുന്നതിൻ്റെ ഏകദേശ രൂപം. മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്തതിന് ശേഷം ശരീരത്തിൽ നിന്ന് വല്ല നജസും പുറത്തു വന്നാൽ എന്ത് വേണം എന്നൊരു വിഷയം സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏത് വിധത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തു വന്നാലും മയ്യത്തിൻ്റെ ഉളു മുറിയുന്നതല്ല. പിന്നെ ശരീരത്തിൽ നിന്ന് അത്തരം നജസ് പുറത്തു വരുന്ന പക്ഷം അത് കഴുകിക്കളയേണ്ടതും, ഇത് കഫംപുടയിലായിട്ടുണ്ടെങ്കിൽ അത് കഴുകി മതിയാക്കാവുന്നതുമാണ്. അതേപോലെ പലപ്പോഴും ആസന്ന മരണനാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ബന്ധുക്കൾ ഡോക്ടർമാരുടെ കാര്യത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സാധാരണ ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ രോഗ സന്ദർശന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ മര്യാദകൾ പാലിക്കേണ്ടതുള്ളതായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ശരിക്കും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ മയ്യത്ത് സംസ്കരണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മരണാസന്ന ഘട്ടം മുതൽക്കുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഒതുക്കിയെന്ന് മാത്രം. താങ്കളുടെ ചോദ്യം ഇന്ന് വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ്. ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാർ ഉത്തരവാദപ്പെട്ടവർ അവിടുന്ന് ആട്ടിയിറക്കിയാൽ പോലും പോകാൻ മടിക്കുന്ന ആളുകൾ രോഗിയെ വലയം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. ഷറഈന്റെ ദൃഷ്ടിയിൽ ഒരു രോഗി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനവും സന്ദർശകരിൽ നിന്നുണ്ടാവരുത് എന്നാണ്. സംസാരത്തിലാവട്ടെ, ആ രോഗിയുടെ അടുക്കലുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ, ആ രോഗിക്ക് മാനസികമായി ശാരീരികമായി ആരോഗ്യപരമായി വല്ല വിഷമങ്ങളും ഉണ്ടാകുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. സന്ദർശനം സുന്നത്താണ്. പോയി അത് കണ്ടു, രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റാവുന്നത് അന്വേഷിച്ചു, പിന്നെ ആ രോഗിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സന്ദർശനം കഴിച്ച് തിരിച്ചു പോകാൻ ഓരോ സന്ദർശകരും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും സന്ദർശകരിൽ നിന്നും ഉണ്ടാവരുത്. ശറഈയായും അത് ശരിയല്ല എന്ന് ചുരുക്കം. ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിക്കുകയോ ആ രോഗിക്ക് അതുകൊണ്ട് ശമനം ഉണ്ടാവുകയോ ചെയ്യുമെന്ന് എന്തെങ്കിലും തെളിവുകളോ ലക്ഷ്യങ്ങളോ അതിനുണ്ടോ ഇസ്ലാമിൽ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രോഗി ചികിത്സിക്കുക എന്നത് അനുവദനീയമാണെന്നല്ല, സുന്നത്ത് കൂടിയാണ്. ചികിത്സ രണ്ട് വിധമാണ്, ഭൗതികമായും ആത്മീയമായും. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ചികിത്സിക്കുന്നത് പോലെ മന്ത്രിക്കാൻ പറ്റിയ ആളുകൾ ഖുർആന് കൊണ്ട് ദിക്ർ കൊണ്ട് മന്ത്രിക്കുക അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചതും നബി തിരുമേനി മന്ത്രിച്ചതും സ്വഹാബത്ത് ആ പാത പിന്തുടർന്നതുമൊക്കെ സ്വീകാര്യയോഗ്യമായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയങ്ങളാണ്. ആ നിലക്ക് രോഗിയുടെ അടുക്കൽ വെച്ച് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതും മന്ത്രിച്ചു കൊടുക്കുന്നതും അനുവദനീയമാണെന്നുള്ള പുണ്യകർമ്മവും കൂടിയാണ്. രണ്ടു കൂട്ടർക്കും അത് ഉപകാരപ്രദമാണ്. ഇതിനു വേണ്ടി സമയം കളയുന്നത് ശറഈയായി തെറ്റല്ലതാണ്. പിന്നെ ഈ അവസ്ഥയിൽ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് നമ്മള് സാധാരണഗതിയിൽ സാരില്ലേട്ടോ സുഖമായി പോവും, സാന്ത്വനത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? അതെങ്ങനെ വരണം? ശറഈയായിട്ട് അതൊരു സുന്നത്തായ കാര്യമാണ്. രോഗിയെ സമീപിക്കുമ്പോൾ ആ രോഗിക്ക് മനസമാധാനം ഉണ്ടാകുന്ന ആശ്വാസകരമായ വാക്കുകൾ സാരമില്ല, അത് എത്രയും എളുപ്പം സുഖപ്പെടും, ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ ഭയപ്പെടരുത്, ഇതേക്കാൾ വലിയ എത്രയോ അസുഖങ്ങൾ വളരെ നിഷ്പ്രയാസം സുഖമായി പോയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള സാന്ത്വനത്തിന്റെ വാക്കുകൾ ഉരുവിടുകയും അത് മനസമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹിദായയിൽ നിന്നിട്ട് രോഗികളെ ഉദ്ദേശിച്ചിട്ട് സാധനം എന്നൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചത് താങ്കൾ ഓർക്കുന്നുണ്ടാകും കണ്ടുകാരണം. ഇത് നല്ല കാര്യമാണ്. നമ്മൾ ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി സാധാരണഗതിയിൽ ആ കട്ടിലിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. ഈ കൂടി നിൽക്കുന്നതിൽ ഗുണവശമാണോ ഉള്ളത്, അതല്ല ദോഷവശമാണോ? ഇതിപ്പോ ഇന്ന് വ്യാപകമായൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും ഒക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ സന്ദർശകർ കടന്നു വരുന്നതും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതുമായ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ രോഗിയാണെങ്കിലും മയ്യിത്താണെങ്കിലും ജീവിതകാലത്ത് ആർക്കൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും, ആർക്ക് കാണാൻ പറ്റും, അവർക്ക് തന്നെയാണ് ഈ സന്ദർഭത്തിലും കാണാനുള്ള പെർമിഷൻ, അവർക്ക് അതിന് അനുമതിയുള്ളൂ. ഇതാണ് അതിന്റെ ശറഈയായ വിധി. മരിച്ചതിന്റെ ശേഷം പല സ്ഥലങ്ങളിലും ആവശ്യമുള്ളവർ കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോ എന്ന് ക്ഷണിച്ച് അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമന്യേ മുസ്ലിം മയ്യിത്തുകളും വന്ന് കണ്ടുപോകുന്നത് ദുഃഖകരമാണ്.
ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കൊക്കെ കാണാൻ പറ്റും അവർക്കൊക്കെ മരണാനന്തരവും കാണാം. ഇതാണ് അതിന്റെ വിധി. അല്ലാത്തവർക്ക് അപ്പോഴും പാടില്ല. ബുസൂരി ഇമാമിന്റെ ബുറുദ ബൈത്ത് അതെ അതെ പഴയ ആളുകൾ മുമ്പ് കാലത്തെ ചെയ്തു പോരുന്നതായിട്ട് കാണും. ഇത് ചെയ്യുന്നത് നല്ലതാണോ, അതല്ല ചെയ്യുന്നതിൽ വല്ല അപാകതയും ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രോഗിയുടെ അടുക്കൽ വെച്ചിട്ട് സ്വാലിഹ്യങ്ങളുടെ സജ്ജനങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും അവർക്ക് വലിയ പ്രതിഫലം നേടിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ആശ്വാസമുണ്ടാക്കുന്നതും അതുപോലെ മഹത്തുക്കളുടെ കീർത്തനങ്ങൾ ഉരുവിടുന്നതും ദിക്റുകൾ ചെല്ലുന്നതും ഒക്കെ സുന്നത്താണ്. ആ സുന്നത്തിൽപ്പെട്ടൊരു ഭാഗമാണത്. അതുകൊണ്ട് രോഗിക്ക് ഗുണം ഉണ്ടാവും, രോഗിക്ക് ഗുണമുണ്ടാവും. ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമായി തീരും. ഇത് തന്നെ രോഗിക്ക് മതിയായ ഗുണമാണല്ലോ. രോഗി കിടക്കുന്ന സ്ഥലത്ത്, മയ്യത്ത് കിടക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാൻ ഇടവരുന്നൊരു വിഷയം. അത് ചെയ്യുന്ന രോഗിക്ക് മയ്യത്തിനും കൊണ്ടുള്ള കാര്യമാണ്. ആ നിലക്ക് അനുവദനീയമാണ്, പുണ്യവുമാണ്. ഈ സ്ത്രീകളൊന്നായിട്ട്, പ്രത്യേകിച്ച് മക്കൾ, പെൺമക്കളായ ആളുകൾ, ആണുങ്ങളിൽ അങ്ങനെ കാണുന്നില്ല, ഈ മയ്യത്തിന്റെ മേലേക്ക് കരഞ്ഞങ്ങ് വീഴും. എന്റെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വീഴും. അപ്പൊ ഇങ്ങനെ ഈ കരച്ചിൽ, ഇതിനെ കുറിച്ച് ഒരാളുടെ മരണം സംഭവിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും ദുഃഖമുണ്ടാകും. ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്കൊക്കെ കൂടുതലായി. പക്ഷെ ശറഈയായിട്ട് അത് നിയന്ത്രിച്ചു കൊള്ളണമെന്നാണ് വിധി. കരയുന്നത് കൊണ്ട് വിരോധമില്ല. കരച്ചിലിന്റെ അർത്ഥം കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒഴുക്കുക, ആ ദുഃഖം പ്രകടമാവുക എന്നാണ്. അതേ സമയത്ത് ഒച്ച വെക്കുന്നതും വാവിട്ട് കരയുന്നതും അട്ടഹസിക്കുന്നതും അത് അനിസ്ലാമികമാണ്, ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും അനുവദിക്കാനും പാടില്ല. അതാണ് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഈ മയ്യത്തിനെ കിടത്തിയ കട്ടിൽ, അതെ, ഈ കട്ടിലിന്റെ കാലിന് മുകളിൽ ഈ ഒരു എന്തോ മണ്ണെണ്ണയിലൊക്കെ മുക്കിയ ഒരു ശീല ചുറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ട്. ഇതിന് പ്രാമാണികമായ പിൻബലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല ഗുണവും? അതെ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മയ്യത്ത്, ആ മയ്യത്തിനോട് പരമാവധി ബഹുമാനം നിലനിർത്തണം എന്ന് ശറഅ് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ മുൻഗാമികളൊക്കെ സാധാരണഗതിയിൽ വല്ല ഉറുമ്പോ അതുപോലുള്ള മറ്റ് പ്രാണികളോ കീടങ്ങളോ ഒക്കെ കാറിയിട്ട് മയ്യത്തിന്റെ ശരീരത്തിൽ ഉപദ്രവിക്കാനും മയ്യത്തിന്റെ ശരീരത്തിൽ കാറിക്കൂടാനും സാധ്യത ഉള്ളതുകൊണ്ട് ഇത് തടയാൻ വേണ്ടി മുൻഗാമികൾ ചെയ്തു വരുന്നൊരു മാർഗമാണ് ആ മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ മണ്ണെണ്ണയോ അതുപോലുള്ള വസ്തുക്കളോ മുക്കിയതായ ശീല ചുറ്റും. എന്നാൽ പിന്നെ ഉറുമ്പ് പോലുള്ള കീടങ്ങൾ അങ്ങോട്ട് കാറി മയ്യത്തിനെ ഉപദ്രവിക്കില്ല. ഇതിനു വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണത്. മയ്യത്തിനെ ബഹുമാനിക്കുക എന്ന നിലക്കാണ് ആ ചെയ്യുന്നതെങ്കിൽ അതിൽ യാതൊരു വിരോധവുമില്ല. ആവശ്യാനുസാരം അത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അതൊരു പുണ്യകർമ്മമായി കാണേണ്ടതൊന്നുമില്ല. മരണ വീട്ടിൽ അതെ സ്ഥിരമായി ഈ ഉലുവാൻ പുകയിക്കാം, മരിച്ച ആ സമയം മുതൽ അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ചു വെക്കുക, ഇതിന് ഇസ്ലാമികമായ വല്ല പിൻബലവും ഉണ്ടോ? മയ്യത്തിന്റെ പേരിൽ അഥവാ ഇങ്ങനൊരു മയ്യത്ത് ഇവിടെ മരണം നടന്നിരുന്നു, മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മയ്യത്ത് എടുത്തു പോയതിന്റെ ശേഷം പിന്നെ അവിടെ പുകയിക്കേണ്ട കാര്യമൊന്നുമില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം, മയ്യത്ത് കഫൻ ചെയ്യുന്ന അവസരത്തിൽ അതിന് മുമ്പൊക്കെ അവിടെ സുഗന്ധം പുകയിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അവതരണത്തിൽ പറഞ്ഞു, മയ്യത്തിന് കുളിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം മാലിന്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ ദുർഗന്ധ സാധ്യത കൂടുതലാണ്. ഈ സമയത്തൊക്കെ ഉലുവാൻ പോലത്തെ സുഗന്ധങ്ങൾ പുകയ്ക്കാൻ ഫുഖഹാവ് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. മയ്യത്ത് എടുത്തു പോയതോടുകൂടി പിന്നെ മയ്യത്തിന്റെ പേരിൽ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെങ്കിൽ വിരോധമില്ല, നല്ല കാര്യമാണ്. മയ്യത്തിനെ നോക്ക് കാണുന്നതിൽ ഒരു മുസ്ലിമായ മനുഷ്യനാണല്ലോ, ശരി, അതിൽ വല്ല ഗുണവും ഉണ്ടോ ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും കാലിക പ്രസക്തമായൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ചെല്ലുക എന്നതൊരു പ്രത്യേക സുന്നത്താണ്. എന്നാൽ വന്നവരൊക്കെ മയ്യത്തിനെ കാണുക എന്നത് അതൊരാചാരമാണ്. ഇസ്ലാമികമായി ആ മയ്യത്ത് സ്വാലിഹ്യങ്ങളായ ആളുകൾ ഇങ്ങനെ പ്രത്യേക പരിഗണന ഉള്ളവരാണെങ്കിൽ കാണലും അല്ല ചുംബിക്കലും സുന്നത്തുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മുഖം ചുംബിച്ചതായി ഹദീസിൽ കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുത്തെ നെറ്റിത്തടം ചുംബിച്ച സംഭവം ഹദീസിൽ കാണാം. ഇതുപോലെ സജ്ജനങ്ങളിൽപ്പെട്ട മഹാന്മാരായ ആളുകളൊക്കെ ആണെങ്കിൽ ഈ ചുംബിക്കൽ സുന്നത്തുണ്ട്. സാധാരണഗതിയിൽ ഒരു മുസ്ലിം മയ്യത്ത് എന്ന പരിഗണന വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ മയ്യത്ത് കാണുന്നതോ അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നതോ പ്രത്യേകമായി യാതൊരു ഗുണവുമില്ല. ഇസ്ലാമികമായി നല്ലതാണെന്ന് പറയാൻ തെളിവില്ലാത്തൊരു കാര്യമാണത്. അഥവാ മയ്യത്ത് കാണുന്നിടത്ത് വ്യക്തമായൊരു നിയന്ത്രണം വേണം. ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവരാരോ അവർക്ക് കാണാം. ഇവിടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ തന്നെ മഹ്റം അല്ലാത്തവരുണ്ടാകാം. ഉദാഹരണം, എളാപ്പാന്റെ മകളാണ്, മൂത്താപ്പാന്റെ മകളാണ്, ഇവർ സാധാരണ ശൈലിയിൽ പെങ്ങളാണെന്ന് പറയും. അത് കുടുംബമാണ് സംഗതി ശരി. പക്ഷെ അവിടെ
മഹറമിയത്തില്ല, അജ്നബിയത്താണ്. അപ്പൊ അങ്ങനെ എൻ്റെ എളാപ്പാന്റെ മകളെയോ മൂത്താപ്പാന്റെ മകളെയോ ജീവിതകാലത്ത് എനിക്ക് കാണാൻ പാടില്ലാത്തത് കൊണ്ട് മരിച്ചതിന് ശേഷവും തന്നെയാണ് വിധി. അപ്പൊ കുടുംബബന്ധം എന്നതിൽ ഉപരി മഹറമിയത്തുണ്ടാവണം. വിവാഹബന്ധം ഹറാമായ ആളുകളാണെങ്കിൽ നേരത്തെ കാണാൻ പറ്റും, അവർ മരിച്ചതിന് ശേഷവും പറ്റും. അയൽപക്ക ബന്ധം അല്ലെങ്കിൽ കേവല ബന്ധം ഇതൊന്നും കാണുന്നതിന് ന്യായമല്ല. പലപ്പോഴും നാട്ടിലൊരു പ്രമുഖനോ സാമൂഹ്യ പ്രവർത്തകനോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതെ, നാട്ടുകാർ സാധാരണഗതിയിൽ ഈ ഹർത്താൽ ആചരിക്കുക, അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ നാട്ടിലുള്ള പ്രമുഖരൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അനുശോചന യോഗം നടത്തുക. പിന്നെ നാട്ടിൽ പലപ്പോഴും റോഡുകളിൽ നെടുനീളെ ഈ കറുത്ത കൊടി ദുഃഖസൂചകമായി കുത്തുക. ഇതിന് ഇസ്ലാമികമായ മാനം എന്താണ്? താങ്കളുടെ ചോദ്യം രണ്ട് വിഷയം ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ ഒരാൾ മരിച്ചതിന്റെ പേരിൽ കട അടുപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഒട്ടും ശരിയല്ല. അതേസമയം രണ്ടാമത്തെ ഒരു ഭാഗം താങ്കൾ സൂചിപ്പിച്ചത് അനുശോചന യോഗങ്ങളാണ്. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഗുണവശങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗം, ഒരുമിച്ച് കൂടുന്ന ആ പരിപാടി അനുശോചന യോഗം എന്ന് നമ്മൾ പറയും. അത് നല്ലതാണ്, ഇസ്ലാമികമായി സുന്നത്താണെന്ന് പറയാം. അഥവാ ഉദ്കുറു മഹാസിന മൗത്താക്കും, മരിച്ചവരുടെ ഗുണഗണങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ഉത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ഒരു മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന ആൾ വല്ല ഗുണലക്ഷണങ്ങളും കണ്ടാൽ അത് ജനങ്ങൾക്കിടയിൽ പറയൽ ഉത്തമമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നത് സെപ്പറേറ്റ് വേറൊരു കുളിയായിട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നേരത്തെ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്, വുളു സുന്നത്താണ്. പക്ഷെ സുന്നത്തായ വുളു സാധുവാകണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണെന്നും നിർബന്ധമായ കുളിക്ക് നിയ്യത്ത് നിർബന്ധമില്ല, സുന്നത്താണെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ നിയ്യത്ത് നിർബന്ധമുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമല്ല. പിന്നെ കുളി രണ്ട് ഒരുമിച്ച് കൂടിയ ഒരാളാണ് മരിക്കുന്നത് എന്ന് വരുമ്പോൾ ഈ രണ്ട് കുളി വേണ്ടതുണ്ടോ എന്ന് ഇല്ല. മയ്യത്ത് കുളിപ്പിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമുള്ള കുളി കഴിഞ്ഞു. ഈ കാഫൂർ കലക്ക എന്ന് പറഞ്ഞല്ലോ, കർപ്പൂരം. ഈ കർപ്പൂരം കലക്കുമ്പോൾ വെള്ളത്തിന് ശരിക്കും ഒരു വ്യത്യാസം വരാറ്. അതെ അതെ, താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചു, വെള്ളം ശുദ്ധിയുള്ള വസ്തു കൊണ്ട് അതിന്റെ സ്വഭാവ മാറ്റം വരുന്ന വിധത്തിൽ അതിൽ വസ്തുക്കൾ ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്നാൽ ആ വെള്ളം പിന്നെ ശുദ്ധീകരണത്തിന് കൊള്ളുന്നതല്ല. അതുകൊണ്ട് ഈ കൽപ്പൂരം അതിൽ കലർത്തുന്നത് സുന്നത്താണെന്ന പേരിൽ ധാരാളം എടുത്തിട്ടിട്ട് വെള്ളത്തിന്റെ നിറമോ വാസനയോ വല്ലാതെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. ആ വെള്ളം കൊണ്ട് പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞത് മാത്രം അതിൽ ചേർത്താനാണ് ഫുഖാഹ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഖലീലു കാഫൂരിൻ എന്നാണ് ഫുഖാഹ അതിന് ഇബാറത്തിട്ടിരിക്കുന്നത്, കുറഞ്ഞ കൽപ്പൂരം എന്ന്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം. സാധാരണക്കാരൊക്കെ വല്ലാതെ അതിൽ വാരിടുന്നുണ്ടെങ്കിൽ അത് അപകടം ചെയ്യുന്നതാണ്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ അതെ, അടുത്ത ബന്ധുക്കളോ അടുത്ത ആളുകളോ ആണെങ്കിൽ അവരാണ് നല്ലത് എന്ന് പറഞ്ഞു. അതില് ഈ ഏറ്റവും കൂടുതൽ അടുത്തവർ ഭാര്യ, ഭർത്താവ്, ഭർത്താവ്, ഭാര്യ. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാൻ പറ്റുമോ? ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റുമോ? ശറഅ് ഒരു പുരുഷൻ മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. സ്ത്രീ മരിച്ചാൽ ഭർത്താവിനും മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്, കാണാവുന്നതുമാണ്, ജായിസാണ്. പക്ഷേ ജീവിതകാലത്തതുപോലെ വൈകാരികമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ദർശനം, സ്പർശനവും രണ്ടും പാടില്ലാത്തതാണ്. പഴയ ഭർത്താവ് ഭാര്യ എന്ന കാഴ്ചപ്പാടോടുകൂടി കുളിപ്പിക്കൽ അനുവദനീയമാണ്. പക്ഷെ വികാരമില്ലാത്ത നോട്ടവും വികാരമില്ലാത്ത സ്പർശവും ആയിരിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്നത് അതെ സ്ത്രീകളായ മയ്യത്താണെങ്കിൽ പുരുഷന്മാരെ കുളിപ്പിക്കുന്നത് പോലെ തന്നെയാണോ കുളിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായ വല്ല കാര്യങ്ങളും ശ്രദ്ധിക്കണം? സ്ത്രീകളെ കുളിപ്പിക്കുന്നിടത്തും ഞാൻ പറഞ്ഞു, കുളിപ്പിക്കുന്നത് പെണ്ണിന് പെണ്ണായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ പെണ്ണിന് മുടി കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ ചിലർ അത് മുടഞ്ഞു വെച്ച് കാണും. അങ്ങനെ മുടഞ്ഞു വെച്ച രീതിയിലാണ് മരിക്കാൻ ഇടയായതെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ആ മുടിക്കുള്ളിൽ വെള്ളം ചേരാൻ അത് പ്രതിബന്ധമാണെങ്കിൽ മുടി നിർബന്ധമായിട്ടും അഴിച്ചിരിക്കണം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീതിയുള്ള പല്ലുകളോടുകൂടിയ ചീർപ്പ് കൊണ്ടോ മറ്റോ ഒന്ന് ചീകുന്നതിനും വിരോധമല്ല. മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടിയുണ്ട് ചില സ്ത്രീകൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചേരാൻ വിഷമുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല, മുറിച്ചു മാറ്റേണ്ടതുമില്ല എന്നാണ് ഫുഖഹാന്റെ തീരുമാനം. സ്ത്രീകളായ മയ്യത്താണെങ്കിൽ, സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ
വല്ല കാര്യവും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ 3 തുണിയിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? എങ്കിൽ എങ്ങനെ? ശരി, അന്യായമായും അത് നേരത്തെ ആ അവതരണത്തിൽ പറയേണ്ട വിഷയമായിരുന്നു. സ്ത്രീയാണ് മയ്യത്തെങ്കിൽ കഫൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു 5 വസ്ത്രങ്ങളാണ്, അഥവാ ഒരരയുടുപ്പ്, കമീസ് നീളക്കുപ്പായം, മുഖമക്കര, ഈ 3 എണ്ണത്തിന് പുറമെ 2 പുടവകളും. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ 2 പുടവകൾ ആദ്യമായി വിരിച്ചതിന്റെ ശേഷം ഉടുക്കാനുള്ള ഒരു വസ്ത്രം അത് വിരിച്ചിരിക്കണം. പൊക്കളിന്റെ ഇടയിൽ മറയുന്നതായിരിക്കണം. അല്പം കൂടി പോകുന്നതിന് വിരോധമല്ല, ഇത് നിർബന്ധമായും മറയുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇസാർ, മുണ്ട്, ഒരു തുണി അത് ഉടുപ്പിച്ചതിന്റെ ശേഷം രണ്ടാമതായി കമീസ് അഥവാ ശരീരം മറയുന്ന ഒരു നീളക്കുപ്പായം, സാധാരണ സ്ത്രീകൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതോ നേരത്തെ ഉപയോഗിക്കുന്ന പഴയതാണ് നല്ലത്, പുതിയതിനേക്കാൾ ഉചിതം, അങ്ങനെയുള്ളൊരു കമീസ് ധരിപ്പിക്കണം. അത് കഴിഞ്ഞതിന്റെ ശേഷം മൂന്നാമതായി മുഖമക്കന ധരിപ്പിക്കണം. സ്ത്രീകൾ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന അവസരത്തിൽ വസ്ത്രം ധരിച്ച് മക്കനിട്ടതിന്റെ ശേഷമാണ് നിസ്കാരക്കുപ്പായം ധരിക്കാറ്. ഇതിന് മാറ്റമായി നിസ്കാരക്കുപ്പായം ധരിച്ചതിന്റെ ശേഷമാണ് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖമക്കന ധരിക്കാൻ വേണ്ടി ഫുഖഹ നിർദ്ദേശിക്കുന്നത്. നിസ്കാര സമയത്ത് അങ്ങനെയാണെങ്കിലും സാധാരണ സ്ത്രീകൾ വേഷവിധാനം എന്ന നിലക്ക് വസ്ത്രം ധരിക്കുമ്പോഴും ഈ ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്, അഥവാ പാട്ടതിന്റെ ശേഷം മുഖമക്കന ധരിക്കും. ഈ ശൈലിയാണ് കഫൻ ചെയ്യുന്ന അവസരത്തിലും സ്വീകരിക്കാൻ ഫുഖഹ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അരയുടുപ്പ്, ശേഷം ഒരു കമീസ്, മൂന്നാമതായി മുഖമക്കന, അത് കഴിഞ്ഞിട്ട് 2 തുണിയിൽ പൊതിയുന്ന രീതിയാണ് സ്ത്രീയെ കഫൻ ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനെ കഫൻ ചെയ്തപ്പോൾ കാണിച്ച ആ നഗ്നഭാഗത്ത് കഞ്ഞി ഉറപ്പിക്കുന്നതിനും ആ ദ്വാരങ്ങൾ ഭദ്രമായി അടയുന്നതിനും വേണ്ടി ഒരു തുണി കൊണ്ട് വെച്ച് കെട്ടിയത് കാണിച്ചു. ഇത് സ്ത്രീക്കും കാണിക്കേണ്ടതാണ്. ഇത് മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിലും പലരും വരികയും യാസീനും ഫാത്തിഹയും മോദി ദുആ ചെയ്തു പോവാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ചില സ്ഥലങ്ങളിൽ മയ്യത്തിന് വേണ്ടി ആ സമയത്ത് ഖുർആൻ ഓതാനോ ആ സമയത്ത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനോ പാടില്ല എന്നും മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റൂ, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂ എന്നും ഒരു അഭിപ്രായം കേൾക്കുന്നു. ഇതിലേതാണ് ശരി? മയ്യത്തിന് ഈ കഫൻ ചെയ്യുന്നതിന് മുമ്പായി വല്ല ദുആയും നടന്നതായി പ്രാമാണികമായ വല്ല തെളിവുകളും ഉണ്ടോ? കഫൻ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നതിന് വരെ മാനദണ്ഡമല്ല. അഥവാ കഫൻ ചെയ്യുന്നതിന് മുമ്പ് കുളിപ്പിച്ച മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ കഫൻ ചെയ്തതിന്റെ ശേഷമാണ് നിസ്കരിക്കുന്നതിന് ഉത്തമം, അല്ലെങ്കിൽ കറാഹത്ത് വരും. എങ്കിൽ പിന്നെ ഈ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് നിസ്കരിക്കൽ വരെ അനുവദനീയമാണ് എന്ന് വരുമ്പോൾ ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒട്ടും ന്യായമല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ മയ്യത്ത് വരുമാനത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ മയ്യത്തിന്റെ കണ്ണടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടുത്തെ കണ്ണ് നബി തിരുമേനിയുടെ തൃക്കൈ കൊണ്ട് അടച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ തങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനത്ത് നീ എത്തിക്കണമേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം കൊടുക്കണമേ എന്ന് നബി തിരുമേനി ദുആ ചെയ്തതായി ഹദീസിൽ കാണാൻ കഴിയും. ഇത് കണ്ണടക്കുമ്പോഴാണെന്ന് വരുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ദുആ ചെയ്തു പോയി എന്നത് തെറ്റല്ല, അത് കൊള്ളാത്ത വിഷയമല്ല, അനുവദനീയമാണെന്നതിന് മതിയായ പ്രമാണമാണ് ഞാൻ ഈ ഉദ്ദേശിച്ച കാര്യം. ഈ മയ്യത്തുമായുള്ള ഹക്കിടപാടുകൾ, പണപരമായോ മറ്റോ ഉള്ള ബാധ്യതകൾ ഖബറിൽ വെക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പരിഹരിക്കണമെന്നാണോ? ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ടായാലും മക്കൾ അത് ഏറ്റെടുത്തത് കൊണ്ട് മാത്രം മയ്യത്തിന്റെ ഉത്തരവാദിത്വത്തിൽ അത് നീങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കളുടെ ചോദ്യം. സാധാരണ നാട്ടിൽ നടക്കുന്ന, താങ്കൾ പറഞ്ഞതുപോലെ പള്ളിയിലെത്തിയതിന്റെ ശേഷം പറയപ്പെടുന്ന ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് ഫുഖാഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണം സംഭവിക്കുന്നതോട് കൂടി ചെയ്യേണ്ടുന്ന പ്രഥമമായ കാര്യങ്ങളിൽ മറ്റ് വിഷയങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾ ആ മയ്യത്തിന്റെ കടബാധ്യതയെ കുറിച്ച് ചിന്തിക്കുകയും
കൊടുത്തുവിടാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്തുവിട്ടി, അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അതിനവധി വാങ്ങി, അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മയ്യത്തിന്റെ റൂഹിനെ ആ കടവുമായി ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ്. ഇതിനു വേണ്ടിയാണ് സാധാരണ മക്കളോ അല്ലെങ്കിൽ ചേട്ടാനുജന്മാരോ ബന്ധപ്പെട്ടവർ അത് ഏറ്റെടുക്കും. അൽഹംദുലില്ലാ, അപ്പം താങ്കൾ ചോദിച്ച ഏറെക്കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് അവഗാഹമായി പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്, അതിന് അന്വേഷണങ്ങൾ തുടരേണ്ടതുമാണ്. ഇത്രയും കുളി, മയ്യത്ത് കഫൻ ചെയ്യുന്ന ഭാഗം തുടങ്ങിയ ഏതാനും വിഷയങ്ങളാണ് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം സംഘടിപ്പിച്ച കാര്യം നമുക്കും ഇത് കേൾക്കുന്നവർക്കും സമുദായത്തിന് മൊത്തം ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും മരണവും അനന്തര ജീവിതവും എല്ലാം അള്ളാഹു സന്തോഷമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഉസ്താദുമാർ, കടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും പരലോകം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ